ഇനി ഹാഫ് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് സ്റ്റിച്ചും ഹാഫ് ഡബിൾ ക്രോഷ്യ ഡിക്രീസ് സ്റ്റിച്ചുമാണ് നോക്കുന്നത്. അതിലിപ്പോൾ ഫസ്റ്റ് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ചെയിൻ ചെയ്തു, പിന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇൻക്രീസ് സ്റ്റിച്ച് നോക്കാം. ഇൻക്രീസ് എന്ന് പറയുമ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 എണ്ണം ചെയ്യണം. ഓക്കെ, 1 സെയിം സ്റ്റിച്ചിൽ തന്നെ അടുത്ത ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഡിക്രീസ് നോക്കാം. ഡിക്രീസ് നോക്കുമ്പോൾ ഫസ്റ്റ് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് യാൺ ഓവർ ചെയ്യണ്ട, പകരം ഇപ്പോൾ ഹൂക്കിന് മുകളിൽ 3 ലൂപ്പ് ഉണ്ടാവും. ഈ 3 ലൂപ്പിന് ഒന്നും ചെയ്യാതെ നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെയും ഹൂക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് യാണിനെ ഗ്രാബ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഹൂക്കിൻ്റെ മുകളിൽ 1 2 3 4 ഒന്നുകൂടെ ചുറ്റി കൊടുക്കുക. ഹാൻഡ് അഴിച്ചെടുത്തു, എന്നിട്ട് ഒന്നുകൂടെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഹൂക്കിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാണിനെ വലിച്ചെടുക്കുക. യാണിനെ വലിച്ചെടുക്കുമ്പോൾ 1 2 3 4 5 ഹൂക്കിൻ്റെ മുകളിൽ 5 ലൂപ്സ് ഉണ്ടാവും. ഈ 5 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും യാണിനെ വലിച്ചെടുക്കുക, യാൺ ഓവർ ചെയ്യണം. ഇതാണ് സിംഗിൾ ക്രോഷ്യ ഹാഫ് ഡബിൾ ക്രോഷ്യ ഡിക്രീസ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ആദ്യം ഫസ്റ്റത്തെ സ്റ്റിച്ചിലേക്ക് ഹൂക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാണിനെ വലിച്ചെടുക്കുക. ഇപ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും. ഒന്നുകൂടെ യാണിനെ ചുറ്റിയെടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, ഹൂക്കിനെ വലിച്ചെടുക്കുക. ഇപ്പോൾ 1 2 3 4 5 സോറി, ഇത് ഒരു സ്റ്റിച്ച് തന്നെ. 1 2 3 4 5 5 സ്റ്റിച്ച് ഉണ്ടാവും. ഈ 5 സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ യാണിനെ വലിച്ചെടുക്കുക. ഓക്കെ, ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ ഡിക്രീസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ കാണിച്ചാൽ ഹൂക്കിനെ യാണിൽ ചുറ്റിയെടുക്കുക. സെയിം അല്ല, നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാണിനെ ഗ്രാബ് ചെയ്തെടുക്കുക. ഇപ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും. ഒന്നുകൂടെ ചുറ്റി കൊടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാണിനെ വലിച്ചെടുക്കുക. ഇപ്പോൾ 1 2 3 4 5 5 സ്റ്റിച്ച് ഉണ്ടാവും. ഈ 5 സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ യാണിനെ വലിച്ചെടുക്കണം. കറക്റ്റ് യാണിന് പോവാനുള്ള അല്ല ഹൂക്കിന് വലിച്ചെടുക്കാനുള്ള ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിലാണ് ടൈറ്റായി വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് ചെയ്യുക. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ ഡിക്രീസ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഓക്കെ.